മൂപ്പർക്ക് കുറേ ന്യായീകരണങ്ങൾ ഉണ്ടാവും. കുറേ ന്യായീകരണങ്ങൾ എന്ത് ചെയ്താലും മൂപ്പർക്ക് ഒരു മസലയും ന്യായീകരണം ഉണ്ടാവും. അബ്ദുള്ള എന്ന ഭാഗം വിശദീകരിക്കുമ്പോൾ നമുക്കിതിനെ വിശദമായി ചർച്ച ചെയ്യാം. അബ്ദുൽ ഹവക്കാരുടെ ജീവിതത്തിൽ നിന്ന് മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ദുർഗുണങ്ങളായിരിക്കും അവർക്കുണ്ടാവുക. ഏതെങ്കിലും ഒരു ജീവിയുടെ, അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉദാഹരണം, നേരത്തെ നമ്മൾ കവിത പാടിയല്ലോ, പക്ഷികളിൽ നിന്നുള്ള 4 പക്ഷികളുടെ സ്വഭാവം നിങ്ങൾ ഒഴിവാക്കണം. ഏതാണ് 4 പക്ഷികൾ? ഒന്ന് നമ്മുടെ മയില്. നമ്മുടെ മയില് എന്ന് പറയാൻ കാരണം ദേശീയ പക്ഷി. 2 ദീക്ക് പൂവൻകോഴി. 3 ഉറാബ് കാക്ക, CROW. 4 പരുന്ത്. ഈ 4 ജീവികളിൽ ഓരോന്നിലും 4 വൃത്തികെട്ട സ്വഭാവമുണ്ട്. ഏതൊക്കെയാത്? കിബ്റുൻ വശഹ്വാത്തുൻ വഹിർസുൻ വഉജുബ്. വിശദീകരിക്കാം. ഈ 4 സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? ഫഹാദിഹി, ഈ പറഞ്ഞ സ്വഭാവങ്ങളെല്ലാം അസ്ഹാബുൽ കദിബ്, കള്ളന്മാരുടെ സ്വഭാവം. ഏതാണ് ഈ 4 പ്രശ്നം? ഒന്നാമത്തത് താഊസ്, മയില്, പീകോക്ക്. അതിന്റെ പ്രശ്നം എന്താ? കിബർ. പീലി വിടർത്തിയാൽ ഞാൻ എന്ന ഭാവം മൂപ്പർക്ക് ഒരു 2 ആട്ടത്തിലുണ്ടാവും. പുതിയ ഫോണ് മൂപ്പര് ഇറക്കിയാല് സുജൂദിൽ 2-3 തൊട്ട് അവിടെ വെച്ചോണ്ടിരിക്കും. മൂപ്പരാറ്റൊരു പുതിയ വാച്ച് കിട്ടിയെങ്കിൽ ഈ കൈ ഇങ്ങനെ പൊന്തിച്ചോണ്ടിരിക്കുകയും ചെയ്യും. ഈ കൈ കൊണ്ടേ ചൊറിയുള്ളൂ. മൂപ്പരൊരു വേറെ മോതിരാറ്റം പുതിയ ഇട്ടെങ്കിൽ ഈ വിരൽ വേറെ തന്നെ ആയിരിക്കും. ഒന്നിച്ചൊന്നും ഉണ്ടാവില്ല. ഇതൊരു വേറെ തന്നെ ഒരു കളിയായിരിക്കും. പുതിയ വേഷം, പുതിയ ഭാവം, പുതിയ വണ്ടി, പുതിയ മോതിരം, പുതിയ വാച്ച്, പുതിയ ചെരുപ്പ്, പുതിയ തലീക്കെട്ട്, പുതിയ ഡ്രസ്സ്. ഇതൊന്നും ധരിക്കുന്നതിൽ ഇസ്ലാം തെറ്റില്ല എന്ന് മാത്രമല്ല, നല്ല കാര്യമാണോ? വൃത്തിയിൽ നടക്കണം. പക്ഷേ വേറൊരാളെ നിന്ദിക്കുന്ന അർത്ഥത്തിൽ നമ്മൾ പെരുമാറാൻ പാടില്ല. മനുഷ്യനെപ്പോഴും ദുനിയാവിൽ ചെറുതാവണം എന്നല്ലേ. വലിയ വീട് അധികം നോക്കാതിരിക്കൽ തന്നെ സുന്നത്താ സൂഫിയാക്കളുടെ ഭാഷയിൽ. അതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെ, ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. കാരണം നമുക്കതിനോട് ഇങ്ങനെ പൂതി വന്നിട്ട് ഇങ്ങനെ പൂതി വരും. മയിലിനുള്ള പ്രശ്നം അതാണ്. അതൊരു കിബറനാണ്. എനിക്കാണ് ഭയങ്കര സൗന്ദര്യം, അതുകൊണ്ടാണ് മാല പർദ്ദൻ്റെ പുറത്തുവിടും. ഈ മാല അങ്ങോട്ട് കാണിക്കണമല്ലോ. ഈ നാട്ടിലെ സ്ത്രീകളെ കുറിച്ചല്ല പറയണത് കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. രണ്ടാമത്തേത് ദീക്ക്, പൂവൻകോഴി. പൂവൻകോഴിക്ക് എന്താ പ്രശ്നം? ശഹുവത്താണ്, അമിതമായ ലൈംഗികദാഹം. പൊതുവെ ഓരോരുത്തരിൽ ഉണ്ടാകുന്ന താല്പര്യം ഉണ്ടാവും, പക്ഷെ ഇതൊരു അമിതമായ ലൈംഗികദാഹമായിരിക്കും. നന്നായിട്ടൊരു പിടക്കോഴിയെ ആസ്വദിച്ചിട്ടുണ്ടാവും ഈ പൂവൻകോഴി. എന്നാലും വേറൊരു പിടക്കോഴി പോകുമ്പോൾ ഒന്ന് കൊത്തിയിട്ടേ പോകുള്ളൂ. ഭാര്യയൊക്കെ ഉണ്ടാവും, എന്നാലും ഭാര്യൻ്റെ അനിയത്തിനെ നോക്കൂ. ഇത് ഒരു തരം പൊട്ടനാണ്. ഭാര്യൻ്റെ ഏട്ടത്തിനെ നോക്കുക, ഏട്ടൻ്റെ അനിയൻ്റെ ഭാര്യനെ നോക്കുക, +2 പെൺപിള്ളേരെ നോക്കുക. ഇതിങ്ങനെ ഒരു തരം എന്തിപ്പോൾ അവനെ പറ്റി പറയേണ്ടതും വാക്കുകളില്ല. അതിന് ചോദിച്ചാലേ ശരിയാവും. ഒരു തരം ഷഹ്വത്താണ്. ഇങ്ങനെ ഒരു പ്രേമക്കേസിലൊക്കെ പിടിച്ച് ശരിയാക്കിയതാണ്, എന്നാലും വേറൊന്നിലേക്ക് ഇങ്ങനെ പോകും. ഒരു അമിതമായ ലൈംഗികത, ഇതൊന്നും മനുഷ്യന്മാർക്ക് പറ്റിയതല്ല. മൂന്നാമത്തത് ഉറാബ്, കാക്ക. ഈ അബ്ദുൽ ഹവക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളായി പറയണത്. കാക്കന്റെ സ്വഭാവം എന്താ? ഹിർസ്, അലച്ച, ആർത്തി. എത്ര വയറ് നിറച്ച് തിന്നാലും കാക്ക ഒന്ന് പറന്നു പോകുമ്പോൾ ഒരു എലി ചത്തത് കണ്ടിനെങ്കിൽ ഒന്ന് കൊത്തിയിട്ടേ ഉള്ളൂ. ബിരിയാണി, മന്തി, പൊറോട്ട, ചപ്പാത്തി, നൂൽപുട്ട് എല്ലാം തിന്നു കഴിഞ്ഞിട്ട് എന്ന് ആമ്പൊക്കെ ഇട്ട് കഴിഞ്ഞാലും ചോദിക്കും പുഡിംഗ് ഒന്നുമില്ല, പുഡിംഗ് 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 എന്ന് കഴിഞ്ഞാലും ഐസ്ക്രീം പോലത്തെ എന്തെങ്കിലും ഉണ്ടോ? നിർബന്ധിച്ചോണ്ട് ഞാൻ തിന്നാം, കുറച്ചെടുത്തോളി. ഇങ്ങനെ തീറ്റപ്പണ്ടാരങ്ങളായി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. അവരെ മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റുമോ എന്നാ ചോദിക്കണത്. ഉറാബ്, കാക്ക. നമ്മൾ അങ്ങനെയാണോ നമ്മൾ ആലോചിക്കണം. അതിനാണ് ഈ വേദി. നാലാമത്തത് നസ്ർ, പരുന്ത്, ഈഗിൾ.
ഈ പരുന്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാനാണ് മുകളിൽ എന്ന ചിന്ത ഉപ്പർക്കുണ്ടാവും. ഞാനാണ് മുകളിൽ എന്ന ചിന്ത ഉണ്ടാവും. അതാണ് ഉജ്ബ്, ഉൾനാട്യം. എന്നോട് ഉപദേശിക്കാൻ ഓറാരാ? എൻ്റെ മേലെ ആരാ ഉള്ളത്? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ ശരിക്ക് നമ്മുടെ മശായിഖ്മാരുടെ മുമ്പിൽ നിന്ന് ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു തൻ്റെ ആദാബുൽ മുരീദിൽ പറയുന്നുണ്ട്, വലിയ വലിയ ആലിമീങ്ങളുടെ മുമ്പിൽ നിന്ന് നമ്മൾ ഭയങ്കര മസല പറയാനോ ഭയങ്കരമായിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. ഈ പുതിയ ഇറങ്ങുന്ന കുട്ടികൾക്ക് അങ്ങനെ വരാറുണ്ടോ എന്നൊരു പേടിയുണ്ട്. വലിയ ആലിമീങ്ങളോട് ഭയങ്കര ടെർമിനോളജിയൊക്കെ പറഞ്ഞിട്ട് അവരെ കീഴ്പ്പെടുത്തുന്ന സംസാരം നമുക്ക് ഉണ്ടാവരുത്. അങ്ങനെയൊന്നും സംസാരിക്കരുത്. നല്ല അദബുണ്ടാവണം. അദബ് വളരെ പ്രധാനമാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? പ്രയോഗത്തിൽ വലുത് എന്നുള്ളത്